ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുരുവിൻ്റെ അദ്വൈത ദീപികയിൽ 9-ാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഗുരു സൂചിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്, മുൻപ് ഓരോ കാര്യങ്ങൾ ഓരോ ശ്ലോകത്തിലൂടെ ഗുരു പറയാൻ ശ്രമിച്ചത്, ആ പറഞ്ഞ കാര്യങ്ങൾ സാക്ഷാത്കരിച്ച് കഴിയുമ്പോൾ ആ സാക്ഷാത്കരിച്ചവൻ്റെ വ്യവഹാരം എങ്ങനെയായിരിക്കും, അത് ഭഗവത്ഗീതയിലും ശ്രീകൃഷ്ണൻ ഒരിക്കൽ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ആത്മസാക്ഷാത്കാരം നേടിയവൻ്റെ വ്യവഹാരം, അവൻ എങ്ങനെയാണ് ഇവിടെ പെരുമാറുന്നത്? സ്ഥിതപ്രജ്ഞൻ എന്നാണ് അവിടെ പറയുന്നത്. ഈ സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്ഥസ്യ കേശവ. അപ്പോൾ ഈ ആത്മസാക്ഷാത്കാരം നേടിയവൻ്റെ അവസ്ഥ എങ്ങനെയാണ്? സ്വാഭാവികമായിട്ടും നമ്മൾക്ക് എല്ലാവർക്കും, അല്ലെങ്കിൽ ആ വഴിക്ക് പോയിട്ടുള്ളവർക്കൊക്കെ അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും പലരും അത് ചോദിക്കാറുണ്ട്. സാക്ഷാത്കാരം നേടിക്കഴിഞ്ഞാൽ പിന്നെ ആളുടെ പെരുമാറ്റത്തിൽ വല്ല വ്യത്യാസം ഉണ്ടാവും, സംഭാഷണത്തിൽ വല്ല വ്യത്യാസം ഉണ്ടാവുന്നു, ആഹാര രീതിയിൽ വ്യത്യാസം ഉണ്ടാവുന്നു, പലതിലും അവർ ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. എങ്ങനെയാണോ മുൻപിരുന്നത് അതേപോലെ തന്നെയായിരിക്കും. ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ. അതുവരെ ലോകം ഈ കണ്ണുകൊണ്ട് കണ്ടതെല്ലാം സത്യമാണ് എന്ന് വിചാരിച്ചിരുന്നത്, ആ നിമിഷം തുടങ്ങി അത് അങ്ങനെയല്ല, അത് നശിച്ചു പോകുന്നതാണ്. ഇതിൻ്റെ ഈ കാണുന്ന രൂപമല്ല യഥാർത്ഥത്തിലുള്ള രൂപം എന്നുള്ള തിരിച്ചറിവ്. അതുകൊണ്ട് തന്നെ ഈ മുൻപ് എങ്ങനെയാണോ അയാൾ ജീവിച്ചിരുന്നത് അതുപോലെ തന്നെ അയാൾ ജീവിക്കും എന്നാണ് ഗുരു പറയുന്നത്. അപ്പോൾ വിശ്വം വിവേകദശയെങ്കലഴിഞ്ഞ് സർവം അസ്വസ്ഥമാകിലും അതിന്ദ്രിയ ദൃശ്യമാകും. ദിക്കിൻ ഭ്രമം വിടുകിലും ചിരമിങ്ങവൻ്റെ ദൃക്കിന് ദിക്ക് പുനരങ്ങനെ തന്നെ കാണും. വിശ്വം വിവേകദശയെങ്കലഴിഞ്ഞ് സർവം. അപ്പോൾ ഈ വിശ്വം, ഈ കാണുന്ന ലോകം വിവേകദശയിൽ, ആ സാക്ഷാത്കാരത്തിൻ്റെ വിവേകം എന്ന് പറയുന്നത് നമുക്ക് സാക്ഷാത്കാരം ലഭിച്ചു എന്നുള്ളതാണ്. സാക്ഷാത്കാരം ലഭിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആ ആൾക്ക് സർവം, പിന്നെ അയാൾ അതിനു മുമ്പ് കണ്ട ലോകമല്ല. ഒരു ശാസ്ത്രജ്ഞനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഈ കാണുന്ന ലോകം ഇത് സത്യമല്ല, ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ ആയിട്ടാണ് അയാളത് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ തിരിച്ചറിവ്, ഒരു തിയറി പഠിച്ച് അത് പ്രാക്ടിക്കലായിട്ട് മനസ്സിലാക്കി കഴിയുമ്പോൾ അപ്പോഴാണ് ആ അറിവ് പൂർണ്ണമാകുന്നത്. അതിനുശേഷവും അയാൾക്ക് ഇതുപോലെ തന്നെ ഈ നമ്മൾ കാണുന്ന പോലെ തന്നെ അയാൾ ഉണ്ടാകും. അയാളുടെ വ്യവഹാരം, പെരുമാറ്റമൊക്കെ അങ്ങനെ തന്നെയായിരിക്കും. അതേപോലെ തന്നെയാണ് ഒരു സത്യാന്വേഷി ഈ ലോകത്തെ, അതിൻ്റെ യാഥാർത്ഥ്യത്തെ, അല്ലെങ്കിൽ അവനവൻ്റെ സ്വരൂപത്തെ തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ, ആ തിരിച്ചറിയുന്നവരെയുള്ള ഒരു പെടച്ചിലുണ്ട്. പക്ഷേ അത് കഴിയുമ്പോൾ അയാൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ പറയത്തക്ക രീതിയിൽ ഒന്നും ഇല്ല എന്നുള്ളതാണ്. അത് ആന്തരികമാണ്. ഇവിടെ ഈ വ്യവഹാരത്തിൽ അയാൾ കണ്ടതെല്ലാം അതുപോലെ തന്നെ അയാൾക്ക് കാണുവാനും സാധിക്കും. അപ്പോൾ ഈ വിവേകദശയിൽ ഇതെല്ലാം അഴിഞ്ഞ്, ഇതെല്ലാം വിട്ടുപോയി. കാരണം വിവേകത്തിലൂടെ മാത്രമേ ഈ മായയെ നമുക്ക് വിടുവിക്കാൻ പറ്റുള്ളൂ. ഈ മായയെ വിട്ടുകഴിഞ്ഞാലും അയാളുടെ മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളും ഒക്കെ ഈ ശരീരം ഉള്ളിടത്തോളം കാലം ഇവിടെ ഉണ്ട്. അതിന് വിശപ്പുണ്ടാവും, ദാഹം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പം നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, പണ്ടുകാലത്ത് ഈ മഹർഷിമാർ അവർ വിവാഹമൊക്കെ കഴിച്ച് കുട്ടികളുമായി
അവരവരുടെ ആ, കൊച്ച് ലോകമെന്ന് തോന്നുന്ന തലത്തിൽ അവർ ജീവിക്കുകയും അവരുടെ അടുത്ത് വരുന്ന വിദ്യാർത്ഥികൾക്ക് അവർ കൃത്യമായ പഠിപ്പിക്കലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തിട്ടുള്ള യാതൊരുവിധ ആക്രാന്തവുമില്ലാതെ അവർ പോയിട്ടുണ്ട്. അവർ ജ്ഞാനികളായിരുന്നു. പക്ഷെ പിന്നീടാണ് അതിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് ഇന്ന് കാണുന്ന രീതിയിലേക്കൊക്കെ മാറിയിട്ടുള്ളത്. അപ്പോൾ ജ്ഞാനികളെ സംബന്ധിച്ചിടത്തോളം അവർ സാക്ഷാത്കാരം നേടിക്കഴിഞ്ഞാലും അവർക്ക് ഈ ലോകത്തോട് പിന്നീട് അറ്റാച്ച്മെൻ്റ് ഉണ്ടാകുന്നില്ല. മറിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അവസ്ഥയിൽ അവർക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നതിനും യാതൊരു തടസ്സവുമില്ല എന്നാണ്. അവർ ഭരണകാര്യങ്ങളിലാണെങ്കിലും അതുപോലെ തന്നെ ഉണ്ടാകും. മറ്റേത് ഫീൽഡിലാണോ അവർ പ്രവർത്തിക്കുന്നത് അവർക്ക് അതേപോലെ തന്നെ പ്രവർത്തിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് ഗുരുവും അടിവരയിട്ട് പറയുകയാണ്. അതുകൊണ്ട് ഈ ആത്മീയത അല്ലെങ്കിൽ വിജ്ഞാനം എന്ന് പറയുന്നത് ഒന്നിനും ഒരു തടസ്സവും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഗുരുവിൻ്റെ വാക്കുകളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാം. എവർക്കും നമസ്കാരം.